ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് നാളായില്ലേ നമ്മളിതുപോലെ ഒരു വീഡിയോസൊക്കെ ചെയ്തിട്ട് വയ്യായിരുന്നു ഗൈസ്. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, പനിയൊക്കെ പിടിച്ച് എന്താ പറയുക, ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയി ഹോസ്പിറ്റലൈസ്ഡും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നോർമലായിട്ടുണ്ട്. പക്ഷെ മോൾക്ക് വയ്യ, മോൾക്ക് ഇതേപോലെ കഫക്കെട്ടൊക്കെയാണ്. അവളതിനിപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ച് അവൾക്കൊന്ന് ലെവലായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇന്ന് ഭൂരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണേ. അമ്മയ്ക്ക് ലീവുള്ള ദിവസം മിക്കവാറും ഇവിടെ ഭൂരി ആയിരിക്കും ഉണ്ടാവുക. കാരണം ഭൂരിക്ക് കുറച്ച് പണിയാണല്ലോ. ഇതുപോലെ കുഴയ്ക്കണം, ഉരുട്ടണം, പരത്തണം. പരത്താൻ നമ്മളൊരു മിഷ്യൻ പോലത്തെ സംഭവമുണ്ട്, അതിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാണ് കേട്ടോ ചെയ്യുക. അത് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ മിഷ്യൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത് ചെയ്യണം. പിന്നെ മസാല ഉണ്ടാക്കണം. അപ്പോൾ അമ്മയും കൊണ്ട് ഒറ്റയ്ക്ക് നടക്കത്തില്ല. അപ്പോൾ അമ്മയ്ക്ക് ലീവുള്ള ദിവസം നമുക്ക് സാവധാനം പതുക്കെ ഇത് ചെയ്താലും എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഭൂരി ഉണ്ടാക്കുന്ന സംഭവം. ഇതിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. ചപ്പാത്തിയും നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചപ്പാത്തിക്കുള്ളതും പരത്തി കിട്ടാൻ പറ്റും. ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ ചെറിയ ഉരുളയാക്കിയിട്ട് നമ്മുടെ ഗോതമ്പാവ് ഉരുട്ടിയത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ഇതാക്കാൻ പറ്റുന്നില്ല. കണ്ടില്ലേ, കറക്റ്റ് വട്ടത്തിൽ ഇങ്ങനെ കിട്ടും. ജസ്റ്റ് എണ്ണ ഒഴിച്ചിട്ട് അതൊന്നിങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. കണ്ടോ, അത് അമ്മ അവിടെ പൊരിച്ചെടുക്കുന്നുണ്ട്. അമ്മ കുഴച്ച് വെച്ചു, ഞാൻ ഉരുട്ടി പരത്തും, അമ്മ ഇങ്ങനെ പൊരിച്ചെടുക്കും. കറി ഇത് അവിടെ ആയിട്ടുണ്ട്. നമ്മൾ കിഴങ്ങ് കറിയാണ് കേട്ടോ വയ്ക്കുക. ഭൂരി മസാല എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ മസാലയാണ് ഉണ്ടാക്കാറുള്ളത്. ഇവിടെ ഭൂരിക്ക് മസാലയാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. ആമിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭൂരി. പപ്പടം എന്ന് പറഞ്ഞിട്ടാണ് അവൾ കഴിക്കുക. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പപ്പടം. പക്ഷേ നമ്മൾ എണ്ണ ഉള്ള ഐറ്റംസൊക്കെ പരമാവധി കുട്ടികൾക്ക് ഒഴിവാക്കണം എന്നാണ് പറയുക. പക്ഷേ ആമിക്കുട്ടിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് എന്ത് കണ്ടാലും ഇപ്പോൾ കഴിക്കുന്ന ഒരു പ്രായമാണല്ലോ, അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ കഴിക്കട്ടെ. അല്ലാണ്ട് ഇപ്പോൾ എന്താ അല്ലേ ചെയ്യാം. അപ്പോൾ അതാ കുറച്ചധികം ഉണ്ട്. നമുക്ക് വൈകുന്നേരത്തേക്ക് ചായക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് തിന്നാനൊക്കെ കൂടി ആക്കണതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൂട് ഗൈസ് ഞങ്ങൾ മേടിച്ചതല്ല, ഞങ്ങൾ വീട്ടിൽ തന്നെ സ്വന്തമായി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റുള്ളൂ കേട്ടോ ഗൈസ്. നമ്മുടെ കിളികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഒരു 500 രൂപയുടെ ബഡ്ജറ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വലിയൊരു കൂടാണ്. വലിയ കൂട് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 10ഓളം കിളികൾക്കൊക്കെ സുഖമായിട്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ള അത്രയും സ്പേസ് ഉണ്ട്. നമ്മൾ മറ്റേ കൂട് വല്ലാണ്ട് ചെറുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതുപോലെ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ച് കൂട്ടി തട്ടിക്കൂട്ടി ഒരു കൂട് അങ്ങോട്ട് സെറ്റപ്പ് ആക്കിയിട്ടാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങളിതാ ചായയൊക്കെ കുടിച്ച് പിന്നെ മിക്സി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിയൊരു മിക്സി, നമ്മുടെ ജാറും ഇതൊക്കെ കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ടർഫ്ലൈയുടെ 3 ജാറിൻ്റെ ഒരു മിക്സി മേടിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. റേറ്റ് പറഞ്ഞാൽ സാധാരണ 3000-ന് മേലെയൊക്കെ ഉണ്ടല്ലോ നല്ലൊരു മിക്സിക്ക് റേറ്റ്. അത്ര റേറ്റ് ആയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല മിക്സിയാണ്. ബട്ടർഫ്ലൈയുടെ ആയതുകൊണ്ട് നല്ലതാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ വല്ല കേടൊക്കെ വന്നാലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. മിക്സി മേടിക്കാൻ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ അത്. ആമിക്കുട്ടിക്ക് കുഞ്ഞൊരു ബ്രഷ് വേറെ ഉണ്ട്. പക്ഷേ ഈ ടങ് ക്ലീനറും കൂടിയും കണ്ടപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഒന്ന് മേടിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ, അവള് യൂസ് ചെയ്യുമെന്ന് തന്നെ അറിയത്തില്ല കേട്ടോ. ബ്രഷ് നാളെ മുതൽ തേക്കാട്ടോ. ആമിക്ക് വേറൊരു ബ്രഷ് ഉണ്ട് ഗൈസ്. ഇതാണ് ആമിയുടെ ബ്രഷ്. ഇത് കുഞ്ഞിതാണ് കേട്ടാ, കുഞ്ഞ് ബ്രഷാണ്. ആമി പിടിച്ച് കാണിച്ചു കൊടുക്ക്. ഇത് കുഞ്ഞ് ബ്രഷാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ മിക്സിയൊക്കെ മേടിക്കാൻ പോയപ്പോൾ അവിടുത്തെ സ്റ്റോറിൽ കണ്ടതാണ് കേട്ടോ. ഇത് നാവടിക്കണതും കൂടി ഉണ്ട്. അപ്പോൾ അവൾക്ക് നാവടിക്കണതില്ല, കാരണം അവൾ ചിക്കനും മീനും മുട്ട അങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെ കൂട്ടണതല്ലേ. അപ്പോൾ നാവൊന്നും അടിച്ചില്ലെങ്കിൽ ഇതൊരു സ്മെല്ലാണ് രാവിലെ എണീക്കുമ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതൊരെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ക്വാളിറ്റി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഞാൻ പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ.
അമ്മയുടെ കുഞ്ഞു ബ്രഷ്, അത് കുഞ്ഞു ബ്രഷ്. ആ ബ്രഷിൻ്റെ പാക്ക് കണ്ടത് മുതൽ എൻ്റെ മോക്ക് ഒരു ഇരിക്കപ്പുറത്തില്ല കേട്ടോ. പൊളിച്ച് എന്ന് പറഞ്ഞിട്ട് പൂരെ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു, അതെന്തായാലും ഒന്ന് പൊട്ടിച്ച് കൊടുത്തു നോക്കാം, എന്തായാലും പൊട്ടിക്കണം. പൊട്ടിച്ച് കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചു. ക്വാളിറ്റി വൈസ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന ബ്രഷും ടങ് ക്ലീനറും ആണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ആ ടങ് ക്ലീനർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം കോലുമിഠായിയുടെ രൂപത്തിലാണ് ആ ടങ് ക്ലീനർ ഉള്ളത്. അത് കുറേ നേരം വായിലിട്ടുകൊണ്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഭയങ്കരമായിട്ട് ആ സാധനം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ടോം ആൻഡ് ജെറിയുടെ ഒരു ബ്രഷും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. നല്ല രസമുണ്ട്. എത്ര റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, 100ൻ്റെ താഴേക്ക് ഉള്ളൂ തോന്നുന്നുണ്ട്. പക്ഷെ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നാമിക്കുട്ടിക്ക് കുറച്ചധികം ബോൾ, ഒരു 24 ബോളോളം അവളുടെ അച്ഛൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു കിറ്റ് ഇങ്ങനെ മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ അത്. അപ്പോൾ അതിൽ ഫുള്ള് കളിയാണ്, വെള്ളത്തിലിട്ട് കളിയാണ് അവൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.